ഇങ്ങനെയുള്ളവരുടെയൊക്കെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്തൊക്കെ നടന്നാലും ഇവർക്ക് ഇങ്ങനെ വാർത്തകൾ വായിക്കാനും കേൾക്കാനൊക്കെ ഒരു രസമാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ പറവൂർ ചേന്ദമംഗലത്ത് 3 പേരെയാണ് ഒരാൾ കമ്പിവെടി വെച്ച് അടിച്ചു കൊലപ്പെടുത്തി കളഞ്ഞത്. ജിതിൻ എന്ന പറഞ്ഞ വ്യക്തിയെ ഋതു എന്ന് പറഞ്ഞൊരു ആള് വന്ന് വീട്ടിലേക്ക് കയറി ആക്രമിക്കുകയായിരുന്നു. ഇത് തടയാനെത്തിയ വേണു എന്ന് പറഞ്ഞ ആളെയും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഉഷയും അതുപോലെ തന്നെ ജിതിന്റെ വൈഫായ വിനീഷയെയും തലക്കടിച്ച് ഇയാൾ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ചെയ്യുന്നത് എന്ന് കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എത്ര ക്രൂരമായ ഒരു ഇൻസിഡന്റ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സ് മരവിച്ചു പോകും. ഇതിനെപ്പറ്റി ആലോചിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വീഡിയോസ് ഒക്കെ വാട്സപ്പിൽ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ആരോ ഏതോ ഒരു അടുത്ത് പോയി വീഡിയോ എടുത്തതൊക്കെ. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സ് മരവിച്ചു പോകും കേട്ടോ. അത്രയും ക്രൂരമായ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ന്യൂസുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതില് ജിതിനും ഈ ഋതു എന്ന് പറഞ്ഞ ആള് തമ്മിൽ എന്തോ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. സിസ്റ്റർ ജിതിൻ കുറ്റം പറഞ്ഞു എന്നോ എന്തൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിന് ഇങ്ങനെ ഒരു ന്യൂസ് വരുമ്പോഴും ഈ ഋതുവിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ചില കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് അതാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ നമ്മളെ മനസ്സ് ഒരു എന്താ പറയാ അസ്വസ്ഥമാക്കി കളയുന്നത്. അതായത് മനുഷ്യൻ എന്താ പറയാ അച്ഛനെ തല്ലിയാലും രണ്ടുണ്ട് അഭിപ്രായം എന്ന് പറഞ്ഞ പോലെ ആ മലയാളികൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാള് 2 പേര് തമ്മിൽ എന്തേലൊക്കെ ഒരു വഴക്കുണ്ട് അല്ലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിച്ച് ഒരു കുടുംബം തന്നെ ഇല്ലാതാക്കി തീർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അതെങ്ങനെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവത്തേക്ക് അതായത് ഇയാളുടെ സിസ്റ്ററായിട്ട് എന്തൊരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞതിനും ഒരു കമന്റ് വന്നിരിക്കുകയാണ്. നോർത്ത് പോയിന്റ് ജിതിന് അപ്പൊ സിസ്റ്ററായിട്ട് ഇൻസിഡന്റ് ഉണ്ടെന്ന്, അതായത് അതിനെ ന്യായീകരിക്കുകയാണ് ഋതു ചെയ്തതിനെ. അതായത് 3 പേരെയാണ് തലക്കടിച്ച് കൊന്നു തള്ളിയിട്ടുള്ളത്, അതും ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച്. ഇപ്പൊ ജിതിനാണെങ്കിൽ ഇപ്പൊ തലയ്ക്കൊക്കെ മാരകമായ പരിക്കേറ്റ് ചികിത്സയിലാണ് ഉള്ളത് എന്നൊക്കെ നമ്മൾ ഓർക്കണം. അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ചു പോയി. ഇങ്ങനെയുള്ള ഇൻസിഡന്റുകൾ, അതായത് ഇങ്ങനെയുള്ളവരുടെയൊക്കെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്തൊക്കെ നടന്നാലും ഇവർക്ക് ഇങ്ങനെ വാർത്തകൾ വായിക്കാനും കേൾക്കാനൊക്കെ ഒരു രസമാണ്. എന്തായാലൊക്കെ ഇങ്ങനെ പറഞ്ഞ് കമന്റുകൾ പറയാനൊക്കെ വളരെ രസമുള്ള ഒരു കാര്യം. എന്നാൽ സ്വന്തം വീട്ടിലെ സ്വന്തം കുടുംബത്തിന് അച്ഛനും അമ്മയ്ക്ക് അല്ലെ പെങ്ങൾക്ക് അനിയൻ സഹോദരനൊക്കെ സ്വന്തം കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഗതി നിങ്ങൾക്ക് വന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയുവാനായിട്ട് കഴിയുമോ? അതായത് എന്തിന്റെ ഇൻസിഡന്റിന്റെ പേരിലാണെങ്കിലും ഒരിക്കലും ഒരാളുടെ ജീവൻ എടുക്കാനായിട്ട് ആർക്കാണ് അവകാശം? പല പ്രശ്നങ്ങളും പലരും തമ്മിൽ ഉണ്ടാകും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂസിന്റെ പേരിലൊക്കെ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളൊക്കെ സത്യം പറഞ്ഞപ്പോ വളരെയധികം കൂടി വരികയാണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെയറായിട്ട് നടക്കുമ്പോഴും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതൊരു നല്ല പ്രവണതയായിട്ട് ഒരിക്കലും തോന്നുന്നില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നാലേ നിങ്ങൾക്ക് ആ വിഷമം മനസ്സിലാകത്തുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്താണെങ്കിലും അതിദാരുണമായ ഒരു ഇൻസിഡന്റ് തന്നെയായി പോയി ഇത്. ഇപ്പോഴും മനസ്സിൽ നിന്ന് ആ ഒരു മരവിപ്പ് മാറുന്നില്ല ഈ ഇൻസിഡന്റിന്റെ. എന്താണെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ആളുകളെ പറ്റി നമ്മൾ എന്താണ് പറയേണ്ടത്? അതിന് എനിക്ക് പറയാൻ വാക്കുകളില്ല. നിങ്ങൾ കമന്റിലൂടെ പറയണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി വരാം. ടേക്ക് കെയർ.